സർ, ആരോഗ്യരംഗത്തെ പറ്റി വലിയ വിശദമായ ചർച്ച നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. മാതൃകാപരമായ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യരംഗം എത്തിയില്ലേ? എത്ര അഭിമാനകരമായ നിലയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യരംഗമുള്ളത്. സർ, ഇവിടെ നമ്മുടെ ഈ കാലയളവിൽ ഇപ്പോഴല്ലെങ്കിലും കുറച്ച് മുൻപായിട്ട് നമുക്ക് കോവിഡ് നേരിടേണ്ടി വന്നല്ലോ. കോവിഡ് നേരിടേണ്ടി വന്നപ്പോൾ കോവിഡിൻ്റെ മൂർധന്യദശയിൽ പോലും ലോകത്താകെയുള്ള അവസ്ഥ നോക്കിയാൽ നാം ഒരുക്കിയ സൗകര്യങ്ങളെ, ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കോവിഡിന് കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണാൻ കഴിയുമല്ലോ. അതല്ലേ വസ്തുത? ആ മൂർധന്യദശയിലും നമ്മുടെ കേരളത്തിൽ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതായിരുന്നോ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? ഇതായിരുന്നോ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ആരോഗ്യരംഗം തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നല്ലോ. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇല്ല ഇല്ല എന്ന പല്ലവിയാണല്ലോ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഡോക്ടർമാരില്ല, മരുന്നില്ല എന്ന് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. സ്റ്റാഫില്ല. ആ അവസ്ഥയിൽ മാറ്റം വന്നില്ലേ? അതിൻ്റെ ഭാഗമായല്ലേ ഞങ്ങൾ ആർദ്രം മിഷൻ നടപ്പാക്കിയത്. സർ, ആർദ്രം മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായത് മാത്രമല്ലല്ലോ, താലൂക്ക് ആശുപത്രികൾ മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ ഈ ആശുപത്രികളെല്ലാം ഒരുങ്ങിയത്. വലിയ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായി. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ചികിത്സ ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആശുപത്രിയിൽ ഒരുക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് മഹാമാരി വന്നത്. ആ മഹാമാരിയെ നമുക്ക് നല്ല രീതിയിൽ നേരിടാനും കഴിഞ്ഞു. സർ, ഇതൊരു ഭാഗം. ഇപ്പോൾ പിന്നെയും നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായല്ലേ നമുക്കെല്ലാം സാധാരണഗതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ നേട്ടം. നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ നവജാത ശിശുക്കളുടെ മരണത്തിൽ അത് വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ലോകം തന്നെ ശ്രദ്ധിക്കുമാറുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലേ? അത് 5 എന്ന അക്കത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. 5 എന്ന അക്കത്തിലെത്തുമ്പോൾ സമ്പൽ സമൃദ്ധമാണെന്ന് കുട്ടിഘോഷിക്കുന്ന അമേരിക്ക അവിടെ 5.6 അപ്പോൾ അമേരിക്കയെ പോലും അതിൽ കവച്ചു വെക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമല്ലേ? നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? സർ, രാജ്യത്തിൻ്റെ ശരാശരി 25 എന്ന് നമ്മൾ ഓർക്കണം. ഇതേ രീതിയല്ലേ മാതൃമരണത്തിലും കാണാൻ കഴിയുക? എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്തിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമായല്ലേ? സർ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ സർക്കാർ ശ്രദ്ധിക്കാതെ വല്ലാതെ അവതാളത്തിലാക്കി കഴിഞ്ഞു എന്നാണ്. ഇവിടെ ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. ഇവിടെ കോഴ്സുകളിൽ മാറ്റമില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനമാകെ തകർന്നു പോകുന്ന അവസ്ഥയാകും. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ നമ്മുടെ കേരളത്തിന് വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിപ്പോഴല്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ
നമ്മൾ അവകാശപ്പെടുമ്പോഴും ആ കാലത്ത് നമ്മൾ വല്ലാതെ പിറകിൽ പോയിരുന്നല്ലോ. 2016 നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയാണ് ഏറ്റവും അധികം കേരളത്തെ വേദനിപ്പിച്ചിരുന്നൊരു കാര്യം. സ്വാഭാവികമായും അതിലാണ് കൂടുതൽ ശ്രദ്ധ അന്നുണ്ടായത് എന്നത് ശരിയാണ്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുമായി നടത്തിയ ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. ആ ചർച്ചയിൽ നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റികൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേടാൻ കഴിഞ്ഞ നേട്ടം, നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ അതിൽ എവിടെയാണ് നമ്മളുള്ളത് എന്ന നില പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലായിരുന്നു, വല്ലാത്ത പുറകിലായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ഈ ദുരവസ്ഥ പരിഹരിക്കാനാവണ്ടേ, ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആത്മാർത്ഥമായ ഇടപെടൽ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി, യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായി. സർ, അതിൻ്റെ ഫലമായി എത്രമാത്രം പുരോഗതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ടായത്. 2021 ഞങ്ങൾ ഈ ഗവൺമെൻറ്റിന് തുടക്കം കുറിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു രംഗമാക്കി മാറ്റിയത്. അന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കും, കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. സർ, അതിനൊതുങ്ങുന്ന നടപടികളെടുത്തു. ആ നടപടികൾ വെറുതെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്ത്, ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി, യൂണിവേഴ്സിറ്റികൾക്ക് നൽകി. അതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകി. വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്താണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ആദ്യത്തെ 12 സ്ഥാനം പിടിച്ചു. 9ാം സ്ഥാനം കേരളക്ക്, 10ാം സ്ഥാനം കൊച്ചിക്ക്, 11ാം സ്ഥാനം ഗാന്ധിക്ക്, 43ാം സ്ഥാനം കാലിക്കറ്റിന്. സർ, ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ അത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 16 കോളേജുകൾ വലിയ തോതിൽ ഉയർന്നു വന്നു, വലിയ നിലയിൽ സ്ഥാനം നേടുന്ന നിലയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം വെറുതെ ഉണ്ടായതല്ലല്ലോ. ആ മാറ്റം എന്തിനാണ് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇനിയും നമുക്ക് മുന്നേറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആവശ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വലിയ തോതിലല്ലേ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നത്. ഈ കഴിഞ്ഞ കോളേജ് അഡ്മിഷൻ്റെ ടൈമിൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, വൻതോതിൽ കുട്ടികൾ ഇവിടെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നുവെന്ന്. നമ്മുടെ കലാലയങ്ങളുടെ സ്ഥിതി മാറിയല്ലോ, വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയല്ലേ കാണാൻ നമുക്ക് കഴിയുക. കോഴ്സുകൾ ആവശ്യമായ മാറ്റങ്ങൾ വന്നല്ലോ. 4 വർഷ കോഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു ഉന്നതമായൊരു കമ്മീഷൻ അവർ പഠനം നടത്തി അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. പെട്ടെന്നൊരു ദിവസം 4 വർഷ കോഴ്സ് ആരംഭിച്ചതല്ല. ശ്യാം മേനോനെ പോലുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയായിരുന്നു അത്. വളരെ ഫലപ്രദമായി ആ കോഴ്സുകൾ നടന്നു പോകുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വലിയ തരത്തിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പ്ലാൻ കട്ടിൻ്റെ പ്രശ്നവും വരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാൻ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ വർഷം
പ്ലാൻ കട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല സ്ഥിതി. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് മുഴുവൻ, ഇപ്രാവശ്യത്തെ പ്ലാൻ മുഴുവൻ തന്നെ നടപ്പാക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുക. സർ, ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ. അദ്ദേഹം വിവിധ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇടതുമുന്നണി സർക്കാർ ഭരിച്ച ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, ഏത് തരത്തിലാണ് ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ അടിക്കടി ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് വർഗീയ ശക്തികൾ തലപൊക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്, ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്നത്. സർക്കാർ ജീവനക്കാർക്ക് DA അവകാശമില്ല എന്ന നിലപാട് സർക്കാരിനില്ല. DA അവർക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. അത് നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. എന്നാൽ അത് സ്റ്റാറ്റ്യൂട്ട് അവകാശമാക്കിയാൽ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നാടിന്റെ പ്രശ്നങ്ങൾ, സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിലപാടിൽ UDF ആത്മപരിശോധന നടത്തണം എന്ന് അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ്. നാടിനെതിരായ നീക്കം കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോൾ, കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുമ്പോൾ നടത്തുന്ന സമരത്തിൽ നിങ്ങൾ എപ്പോഴാണ് പങ്കാളികളായിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷത്തോടുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യം. അങ്ങനെ ഈ 10 വർഷം വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വർഗീയ വിഭാഗത്തിനൊരു സംരക്ഷണവുമില്ല. ഇടപെടാൻ ആഗ്രഹം അവർക്കില്ലാത്തത് കൊണ്ടല്ല, വർഗീയ സംഘർഷത്തിന് മുന്നിട്ടിറങ്ങിയാൽ കർക്കശമായി നേരിടും എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അങ്ങനെ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ തന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, ഇത് നിയമസഭയിൽ വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.